Vika Education Solutions. വിക എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മെഡിക്കൽ ഫീൽഡ് രംഗത്തിൽ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്ന BSc നഴ്സിംഗിനെ കുറിച്ചിട്ടാണ്. ഒരിക്കലും അവസാനിക്കാത്ത സാധ്യതകൾ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് BSc നഴ്സിംഗ്. ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് +2 ബയോളജി സയൻസ് സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 50% ഉള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 4 വർഷമാണ്. ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് അടക്കമാണ് 4 ഇയർ ഡ്യൂറേഷൻ വരുന്നത്. നമ്മുടെ കോഴ്സിന്റെ ഒരു സ്റ്റഡി മെത്തേഡ് വരുന്നത് തിയറി, അതിനോടൊപ്പം നമ്മൾ പ്രാക്ടിക്കൽ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയർ പ്രീ ക്ലിനിക്കൽസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വരുന്നത്. സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ട് പേഷ്യൻ്റായിട്ടുള്ള കണക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ കേരളത്തിനകത്ത് മുന്നേ വരെ, അതായത് 2023 വരെ LBSന്റെ അണ്ടറിലായിരുന്നു അഡ്മിഷൻസ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ കോമൺ എൻട്രൻസ് വരുമെന്ന് പറയുന്നുണ്ട്. വരികയാണെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ ഒറ്റ കോമൺ എൻട്രൻസ് ആയിരിക്കും വരുന്നത്. അത് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നത്. ഇല്ല എങ്കിൽ LBS ത്രൂ ആയിരിക്കും അലോട്ട്മെന്റ് നടക്കുന്നത്. പിന്നെ വരുന്ന കേരളത്തിനകത്ത് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ അണ്ടറിലായിരുന്നു കോളേജസ് വന്നിരുന്നത്. അങ്ങനെയായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് വരുന്നത്. കോമൺ എൻട്രൻസ് വന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ബേസ് ചെയ്ത് സിംഗിൾ കോമൺ എൻട്രൻസ് ആയിരിക്കും. അത് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ടുള്ള അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജ് ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് INC അപ്രൂവൽ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്റ്റേറ്റിന്റെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ദെൻ നമ്മൾ പഠിക്കുന്ന കോളേജിന് ഓൺ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പ്രാക്ടിക്കലിന്റെ കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം നമ്മൾ ഒരു മെഡിക്കൽ ഫീൽഡാണ് പഠിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിന്റെ ഹയർ എഡ്യൂക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് MSc നഴ്സിംഗിലോട്ട് പോകേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ്, ഇപ്പോൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ MSc എടുക്കാം, അല്ലെങ്കിൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ MSc എടുക്കാം. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് തോന്നുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ MSc എടുത്തതിന് ശേഷം നഴ്സിംഗ് ഹെഡായിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡാണ് താല്പര്യമെങ്കിൽ MSc എടുത്ത ഒരു സ്റ്റുഡൻറ്റിന് ടീച്ചിങ് ഫീൽഡിലോട്ട് പോകാനായിട്ട് സാധിക്കും. എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്നതാണ് എബ്രോഡ് ചാൻസ് ഉണ്ടോ? BSc നഴ്സിംഗ് കഴിഞ്ഞാൽ എബ്രോഡ് എങ്ങനെയാണ്, ചാൻസ് ഉണ്ടോ? ഒരുപാട് ചാൻസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് BSc നഴ്സിംഗ്. നിങ്ങൾ 4 വർഷം ഇന്ത്യയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 2-3 വർഷം ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് കൺട്രിയിലോട്ടാണോ മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നത് ആ കൺട്രിയുടെ ലൈസൻസിങ് എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പോയി വർക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വളരെയധികം ജോലി സാധ്യത ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇന്ത്യക്കകത്തായാലും ഇന്ത്യക്ക് പുറത്തായാലും ഒരേപോലെ സാധ്യതയുള്ള ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. ഇനി ഇതിന്റെ ഒരു ആവറേജ് സ്റ്റഡി കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിനകത്താണെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് കോളേജുകളിലാണെങ്കിൽ 1.25 ലക്ഷം രൂപ മുതലാണ് ഫീസ് വരുന്നത്. ഇനി കേരളത്തിന് പുറത്ത് നമ്മൾ അത്യാവശ്യം നല്ല ഡിമാൻഡഡ് ആയിട്ട് നല്ല കോളേജുകളുമാണ് നോക്കുന്നതെങ്കിൽ ആവറേജ് ഫീസ് വരുമ്പോൾ 1.25 മുതൽ 2 ലക്ഷം രൂപ ഇയർലി ഫീസ് വരുന്ന കോളേജുകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇനി എന്തൊക്കെ സിലബസ് ആണ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്? നമ്മൾ കോമൺ ആയിട്ട് ഫസ്റ്റ് ഇയർ പഠിക്കുന്നത് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ദെൻ സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ടായിരിക്കും നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോഴ്സസ് നിങ്ങൾ പഠിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മൾ കവർ ചെയ്ത് പഠിക്കുന്നുണ്ട്. സർജറി കാര്യങ്ങളായിരിക്കും നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരില്ല. ബാക്കി ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് BSc നഴ്സിംഗിനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോളേജിന്റെ ഡീറ്റെയിൽസ്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.